ഹായ് എവരിവൺ, വെൽക്കം ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാ മത്സര പരീക്ഷകളുടെയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസേഴ്സ് ആണ് ഈ ചാനലിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ജോലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇത് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഓരോരുത്തരുടെയും യോഗ്യതയ്ക്കനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ വേർതിരിച്ച് കണ്ടെത്താൻ ചാനലിലെ പ്ലേലിസ്റ്റ് പരിശോധിക്കുക. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭ്യമാകാൻ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കേരള PSC 14/10/2023 നടത്തിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ അധികാരിയായി 2022 നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? കറക്റ്റ് ആൻസർ എസ് സോമനാഥ്. വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14-ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ പേര്? കറക്റ്റ് ആൻസർ ലീലാതിലകം. വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏത് ഘടകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? കറക്റ്റ് ആൻസർ വിപണനം. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്തിൽ ആണ്? കറക്റ്റ് ആൻസർ ചൈന. താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? കറക്റ്റ് ആൻസർ പരിസ്ഥിതി. 6 ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? കറക്റ്റ് ആൻസർ മിതാലി രാജ്. 2021 ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ആരാണ്? ദാമോദർ മൗസോ. എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? മീററ്റ്. എന്നാണ് ദേശീയ ശാസ്ത്രദിനം ആചരിക്കുന്നത്? ഫെബ്രുവരി 28. ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി തുർക്ക്മെനിസ്ഥാനിൽ നടത്തിയ UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത്? കറക്റ്റ് ആൻസർ 2021. ഇന്ത്യയുടെ അയൽരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻസ്: ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലിടുക്കും ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നു. റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നു. ഖൈബർ ചുരം ഇന്ത്യയെയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ശരിയല്ലാത്ത പ്രസ്താവന ഖൈബർ ചുരം ഇന്ത്യയെയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്നതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യമേത്? ഓപ്ഷൻസ്: അർജന്റീന, അൾജീരിയ, ബ്രസീൽ, സൗദി അറേബ്യ. കറക്റ്റ് ആൻസർ ബ്രസീൽ. ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? കറക്റ്റ് ആൻസർ ആനമുടി. താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകമല്ലാത്തത് ഏത്? ഓപ്ഷൻസ്: വൂളാർ തടാകം, ദാൽ തടാകം, ലോക്തക് തടാകം, സംഫാർ തടാകം. കറക്റ്റ് ആൻസർ സംഫാർ തടാകം. സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ നർമ്മദ. താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏത്? കറക്റ്റ് ആൻസർ റൂർക്കേല. കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഛത്തീസ്ഗഡ്. ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? കറക്റ്റ് ആൻസർ സാദിയ ദുബ്രി. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻ്ററിൻ്റെ ആസ്ഥാനം എവിടെ? ഹൈദരാബാദ്. നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തർപ്രദേശ്. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏതു ഭാഷയിലാണ് രചിച്ചത്? ബംഗാളി. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? കറക്റ്റ് ആൻസർ ആനന്ദമഠം. ഇന്ത്യൻ പൗരൻ്റെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏത്? ഓപ്ഷൻസ്: മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ്. മൗലിക അവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ ഒരു ഘടകവും മൗലിക അവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. മൗലിക അവകാശങ്ങൾ ന്യായവാദാർഹമല്ല. കറക്റ്റ് ആൻസർ മൗലിക അവകാശങ്ങൾ ന്യായവാദാർഹമല്ല. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത്? കറക്റ്റ് ആൻസർ 2005. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആര്? ജസ്റ്റിസ് രംഗനാഥ മിശ്ര.
ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏതു രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്? കറക്റ്റ് ആൻസർ സോവിയറ്റ് യൂണിയൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 32. ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാം? കറക്റ്റ് ആൻസർ ആന, കാള, സിംഹം, കുതിര. കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ്: സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്തവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, സ്വത്തവകാശം. ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്ന്? 1947 ജൂലൈ 22. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏത്? സമ്പാദ് കൗമുദി. 1907 ജർമ്മനിയിലെ സ്റ്റട്ട്ഗർട്ടിൽ വെച്ച് നടന്ന ഇന്റർനാഷണലിൻ്റെ സമ്മേളനത്തിൽ ത്രിവർണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത? മാഡം ഭിക്കാജി കാമ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ? കുമാരഗുരുദേവൻ. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ? ദാദാഭായ് നവറോജി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ? മൗണ്ട് ബാറ്റൻ പ്രഭു. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല? തിരുവിതാംകൂർ സർവകലാശാല. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്? കെ കേളപ്പൻ. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവ്? ചട്ടമ്പി സ്വാമികൾ. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗം? ഇടനാട്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ശാസ്താംകോട്ട തടാകം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ? കറക്റ്റ് ആൻസർ വേമ്പനാട്ടുകായൽ. താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏത്? ഓപ്ഷൻസ്: പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം, വയനാട്. കറക്റ്റ് ആൻസർ വയനാട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം? കറക്റ്റ് ആൻസർ ചെമ്പഴന്തി. കേരളത്തിലെ ദേശീയ ജലപാത? NW3. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി? ഗൗരി പാർവതിഭായ്. വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? മന്നത്ത് പത്മനാഭൻ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം? ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടന്നത് എവിടെ വെച്ച്? ലാഹോർ. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി? ബാലഗംഗാധര തിലക്. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. കേരളത്തിൽ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം? 1957. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ്റെ അധ്യക്ഷൻ? ജസ്റ്റിസ് ഫസൽ അലി. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം? മീററ്റ്. കേരളത്തിൻ്റെ ദേശീയോത്സവം? ഓണം. വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? തുലാവർഷം. വരിക വരിക സഹചരേ വലിയ സഹന സമരമായി ഈ സ്വാതന്ത്ര്യ സമരഗാനത്തിൻ്റെ രചയിതാവ്? അംശി നാരായണപിള്ള. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? ആലപ്പുഴ. തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്? അയ്യങ്കാളി. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ച വർഷം? 1861. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നതിൻ്റെ പ്രധാന വേദി? കറക്റ്റ് ആൻസർ പയ്യന്നൂർ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻസ്: ക്ഷയം, ടൈഫോയിഡ്, ചിക്കൻ പോക്സ്, എലിപ്പനി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി,
ക്ഷയം, ചിക്കൻ പോക്സ്. ആഹാരവസ്തുക്കൾ കടിച്ചുകീറാൻ സഹായിക്കുന്ന പല്ല് ഏത്? കറക്റ്റ് ആൻസർ കൊമ്പല്ല്. ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? ഭൂമിക. സ്കർവി ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിറ്റാമിൻ സി. രക്തത്തിലെ ദ്രാവക ഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? പ്ലാസ്മ. താഴെ കൊടുത്തവയിൽ നെല്ലിൻ്റെ സങ്കര ഇനങ്ങളല്ലാത്തത് ഏത്? ഓപ്ഷൻസ് പവിത്ര, അനാമിക, ഹ്രസ്വ, അർക്ക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ അനാമിക, അർക്ക. താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമേത്? ആന്തോസയനിൻ. എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗ്ഗുകൾ എന്ന ജനിതക മാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആര്? ആനന്ദ് മോഹൻ ചക്രവർത്തി. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതെവിടെ? കാസർഗോഡ്. സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷമേത്? 1984. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഐസോട്ടോപ്പുകളുടെ ജോഡി കണ്ടെത്തുക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം ഏത്? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. റെയർ എർത്ത്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ഏവ? നോയിഡുകൾ. ഖനജലത്തിൻ്റെ രാസസൂത്രം ഏത്? D2O. ക്ലോറോംഫെനിക്കോൾ എന്ന ഔഷധം താഴെ കൊടുത്തിരിക്കുന്ന ഏതു വിഭാഗത്തിൽപ്പെടുന്നു? ആൻറ്റിബയോട്ടിക്സ്. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. താഴെ തന്നിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണ്? കറക്റ്റ് ആൻസർ മണ്ണെണ്ണ. ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? മംഗൾയാൻ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്ത്? അപവർത്തനം. ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. ഇനി മാത്സ് ഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. വിട്ടുപോയ അക്കം കണ്ടെത്തുക. 4, 10, 6, 13, 8 ഡാഷ്. കറക്റ്റ് ആൻസർ 16. 50 - 15 ഭാഗം 3 × 10 + 27 എത്ര? കറക്റ്റ് ആൻസർ 27. 5/4 × 5/3 ഡിവൈഡഡ് ബൈ 5/7 എത്ര? കറക്റ്റ് ആൻസർ 1. 2/10 എത്ര കൂട്ടിയാൽ 2/11 കിട്ടും? കറക്റ്റ് ആൻസർ 2/10. 3x = 729 ആയാൽ 3x - 1 എത്ര? കറക്റ്റ് ആൻസർ 243. A/B = 2:5, B/C = 4:3 ആയാൽ A/B/C എത്ര? കറക്റ്റ് ആൻസർ 8:20:15. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചിത്രത്തിലെ രൂപത്തിൻ്റെ പരപ്പളവ് എത്ര? കറക്റ്റ് ആൻസർ 36 സെൻറ്റിമീറ്റർ സ്ക്വയർ. 35, 28, x, 42, 32 ഇവയുടെ ശരാശരി 36 ആയാൽ എക്സിൻ്റെ വില എത്ര? കറക്റ്റ് ആൻസർ 43. 1 3 2 പ്ലസ് 2 2 1 പ്ലസ് 3 3 1 എത്ര? കറക്റ്റ് ആൻസർ 7 2 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒറ്റയാനെ കണ്ടെത്തുക. ഈ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു വരിയിൽ ജോണി മുന്നിൽ നിന്ന് 9-മതും പിന്നിൽ നിന്ന് 8-മതും ആയാൽ വരിയിൽ ആകെ എത്ര പേരുണ്ട്? 16. ഒരാൾ എ എന്ന സ്ഥലത്തു നിന്നും 25 മീറ്റർ മുന്നോട്ട് നടന്നു ബിയിലെത്തി. ബിയിൽ നിന്നും ഇടത്തോട്ട് 10 മീറ്റർ നടന്നു സിയിലെത്തി. സിയിൽ നിന്നും വലത്തോട്ട് 20 മീറ്റർ നടന്ന് ഡിയിലെത്തി. ഡിയിൽ നിന്നും വീണ്ടും 10 മീറ്റർ വലത്തേക്ക് നടന്നു. അയാൾ ഇപ്പോൾ എയിൽ നിന്ന് എത്ര അകലെയാണ്? കറക്റ്റ് ആൻസർ 45 മീറ്റർ. 2020 ഫെബ്രുവരി 1-ാം തീയതി ശനിയാഴ്ചയായാൽ 2020 മാർച്ച് 1-ാം തീയതി ഏത് ദിവസമാണ്? കറക്റ്റ് ആൻസർ ഞായർ. എയും ബിയും ഒറ്റ സംഖ്യകളായാൽ താഴെ പറയുന്നവയിൽ ഇരട്ട സംഖ്യയാകുന്നത് ഏത്? A+B. 12 സ്റ്റാർ 34 സ്റ്റാർ 41 = 375. 53 സ്റ്റാർ 81 സ്റ്റാർ 62 = 898 എങ്കിൽ
43*25*13 എത്ര? കറക്റ്റ് ആൻസർ 774. ചതുരാകൃതിയിലുള്ള ഒരു പുരയിടത്തിന് 50 മീറ്റർ നീളമുണ്ട്. പരപ്പളവ് 1500 ചതുരശ്ര മീറ്റർ ആയാൽ പുരയിടത്തിന് ചുറ്റും കെട്ടുന്ന വേലിയുടെ നീളം എത്ര? കറക്റ്റ് ആൻസർ 160 മീറ്റർ. ഒരു ക്ലോക്കിലെ സമയം 9 മണിയായാൽ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയ്ക്കുള്ള കോൺ എത്ര? കറക്റ്റ് ആൻസർ 90 ഡിഗ്രി. സോനു ഒരു സൈക്കിൾ 1500 രൂപയ്ക്ക് വാങ്ങി. 15% ലാഭത്തിൽ സൈക്കിൾ ഹരിക്കു വിറ്റു. എങ്കിൽ വിറ്റ വില എത്ര? കറക്റ്റ് ആൻസർ 1725. ഒരാൾ 75 km/h വേഗത്തിൽ കാർ ഓടിക്കുന്നു. എങ്കിൽ 50 മിനിറ്റിൽ അയാൾ സഞ്ചരിച്ച ദൂരം എത്ര? 62.5 കിലോമീറ്റർ. നാഗ്പൂർ എന്നതിനെ OBH QVS എന്ന് പ്രതിനിധീകരിച്ചാൽ MVDL OPX എന്നത് ഏത് നഗരത്തെ പ്രതിനിധീകരിക്കുന്നു? കറക്റ്റ് ആൻസർ ലക്നൗ. ഓക്കെ ഫ്രണ്ട്സ്, ദിസ് ഈസ് ഓൾ ഫോർ ടുഡേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.